21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാർക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്കും ജനുവരി 15-ന് വ്യാപാര ഭവനിൽ വച്ച് സ്വീകരണം നൽകും. പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാർക്കും ബ്ലോക്ക് പഞ്ചായത്ത് സാരഥികൾക്കും സ്വീകരണം നൽകും. ജനുവരി 15-ന് വൈകിട്ട് 4 മണിക്ക് വ്യാപാര ഭവനിൽ വെച്ച് നടത്തുന്ന സ്വീകരണ യോഗത്തിൽ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P. കുഞ്ഞാവു ഹാജി തുടങ്ങിയവർ സംബന്ധിക്കും. യോഗത്തിൽ നഗരവികസനവുമായി ബന്ധപ്പെട്ട സംഘടനയുടെ കാഴ്ചപ്പാടുകളടങ്ങിയ മെമ്മോറാണ്ടം സമർപ്പിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പിലാക്കിയ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഫണ്ട് വിതരണവും ചടങ്ങിൽ വെച്ച് നടത്തും. സംഘടനയിൽ മെമ്പറായിരിക്കെ മരണപ്പെട്ട ഊട്ടി റോഡിലെ CK ടോയ്സ് ഉടമ ബാലചന്ദ്രന്റെ കുടുംബത്തിനാണ് 10 ലക്ഷം രൂപ നൽകുന്നത്. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ 2026 ജനുവരി 15-ാം തീയതി 4 മണിക്ക് പെരിന്തൽമണ്ണയിൽ പുതിയതായി ചുമതലയേറ്റ നഗരസഭ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സൺ, നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാർ, കൂടാതെ ബ്ലോക്കിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയവർക്കൊരു സ്വീകരണം ഈ വരുന്ന 15-ാം തീയതി വ്യാപാര ഭവനിൽ വെച്ച് നടത്തുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ നടത്തി വരുന്ന സാമൂഹ്യ ജീവകാരുണ്യങ്ങളുടെ ഭാഗമായി പ്രത്യേകിച്ചും വ്യാപാര മേഖലയിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾക്ക് വേണ്ടി 2026 പുതിയ വർഷത്തിൽ ഒട്ടനവധി പദ്ധതികളാണ് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത് ഒരുപക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഇന്നുവരെ ആരും നടത്താത്ത പെരിന്തൽമണ്ണയിൽ ദീർഘകാലം മർച്ചന്റ് അസോസിയേഷൻ്റെ മെമ്പർമാരായിരിക്കുന്ന 70 വയസ്സ് പൂർത്തിയായ വ്യാപാരികളെ, സാമ്പത്തിക ശേഷിയില്ലാത്ത വ്യാപാരികൾക്ക് പ്രതിമാസം പെൻഷൻ നൽകുവാൻ വേണ്ടി പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ വളരെ അപൂർവമായിട്ടാലും ഒരു സംഘടന അതിലെ മെമ്പർമാർക്ക്, പ്രത്യേകിച്ച് മുതിർന്ന സാമ്പത്തിക ശേഷിയില്ലാത്ത മെമ്പർമാർക്ക് മാസം തോറും പ്രതിമാസം അതിന് ഒരു പെൻഷൻ തുക നൽകുക എന്നുള്ളത് അതിൽ വളരെയേറെ സന്തോഷമുണ്ട് ആ കാര്യം അറിയിക്കുവാൻ. അതോടെ തന്നെ പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 2 വർഷം മുമ്പ് 2024 ജനുവരിയിലാണ് തോന്നുന്നുണ്ട്, നമ്മളൊരു വ്യാപാരിക്ക് ഇവിടെ മർച്ചന്റ് അസോസിയേഷൻ്റെ സ്വന്തം ചെലവിലൊരു വീട് വെച്ചു. ഈ ജനുവരി 26-ന് അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തിൽ അതുപോലെ തന്നെ മാർക്കറ്റിൽ ദീർഘനാൾ വ്യാപാരം ചെയ്യുന്ന ഒരു വ്യാപാരി വളരെയേറെ വീടില്ലാതെ പ്രയാസപ്പെടുന്നൊരവസ്ഥ സംഘടനയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിന് മുൻകൂട്ടി നോട്ടീസ് നൽകി അപേക്ഷ വന്നതിൽ അദ്ദേഹം തികച്ചും അതിന് അനുയോജ്യനാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഈ ആക്കപ്പറമ്പിൽ അദ്ദേഹത്തിന് ഏകദേശം 4 സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും, അതിൻ്റെ പണികൾ ഏകദേശം ഫിനിഷിംഗ് ഘട്ടത്തിലാണ്. മിക്കവാറും ഈ ജനുവരി ലാസ്റ്റിൽ അല്ലെങ്കിൽ ഫെബ്രുവരി 1-ൽ അതിൻ്റെ കൈമാറ്റം നടക്കും. കൂടാതെ ദീർഘകാലം സംഘടനയുടെ മെമ്പർമാരായ സാമ്പത്തിക ശേഷി കുറഞ്ഞ, നിലവിൽ വ്യാപാരം നടത്തുന്ന 70 വയസ്സ് കഴിഞ്ഞ അസോസിയേഷൻ മെമ്പർമാർക്ക് പെൻഷൻ നൽകുന്ന പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.